ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച, അപ്പോൾ വൈകുന്നേരം ഒന്ന് വെറുതെ ഒന്ന് കറങ്ങാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. കുറച്ച് മുന്നോട്ട് എത്തിയേരം ഒരു വയൽ കണ്ടിട്ട് പിന്നെ അവിടെ നിർത്തിയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിന്നിട്ടേ ഉള്ളത്. അവ്യൂ നമ്മളെ വണ്ടിയിൽ ഇരുന്നിട്ടേ ഉള്ളത്. ഹായ് പറഞ്ഞ അവ്യൂ. ഹായ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ മഴക്കാലമാണ്. അപ്പോൾ മഴയെല്ലാം പെയ്തുകൊണ്ട് വയലെല്ലാം നല്ല പച്ചപ്പിൽ നല്ല നമ്മളൊരു വയനാട്ടിലെല്ലാം പോയ അവസ്ഥയിലാണ് ഉള്ളത്. ആ വയലിൻ്റെ മുകളിലേക്ക് ഇതായൊരു ഫ്ലൈറ്റ് ഇപ്പോൾ പോകുന്നുണ്ട്. മട്ടന്നൂരിൽ നിന്ന് പോകുന്ന ഫ്ലൈറ്റാണ്. നല്ലൊരു കാഴ്ചയായിരുന്നു. നമുക്ക് യാത്രയായിരിക്കാം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ പ്ലാനൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചതാണ്. അവ്യാണെങ്കിൽ ബീച്ചിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് സെറ്റായിട്ട് പിന്നെ മഴ പെയ്തപ്പോൾ അവന് ഭയങ്കര വിഷമായി. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് കിഴുന്നപ്പാറ ഒരു യോഗീശ്വര സന്നിധാനത്തിനടുത്താണ്. ബീച്ചിനടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കസിൻസിൻ്റെ വീടാണ് തോട്ടടയുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് അവരൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. വൈകുന്നേരമാണ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ബീച്ചിൽ പോകാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചതല്ല. ബീച്ചിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പാറയിടുക്കിലെ ഗുഹയ്ക്കുള്ളിലായിട്ട് യോഗീശ്വരൻ ധ്യാനത്തിനിരിക്കാൻ വരുന്നുണ്ടെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ആ ഒരു സമയമാകുമ്പോഴേക്കും ആ ഒരു പ്രദേശത്താകെ ചന്ദനത്തിൻ്റെ മണം പരക്കും എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത്. മുതലപ്പുറത്തേറി വരുന്ന യോഗീശ്വരൻ്റെ കഥയൊക്കെ പണ്ട് വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ നിന്നൊരു പ്രോഗ്രാമിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഒരു ഗുഹയ്ക്കുള്ളിലായിട്ട് ഒരുപാട് വിളക്കുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആല ഈ ഒരു യോഗീശ്വര സ്ഥാനത്ത് പൂജയോ പൂജാരിയോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ദക്ഷിണയൊന്നും വെക്കാനും പാടില്ല. വിളക്ക് ദിവസവും അവിടെ പ്രദേശവാസികളാണ് കത്തിക്കുന്നത്.
അധികം ആൾക്കാരും ബഹളമൊന്നും ഇല്ലാത്തൊരു ബീച്ചായതുകൊണ്ട് തന്നെ നല്ലൊരു കാം അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സാധാരണ ഒരു ലീവ് ദിവസങ്ങളിലൊക്കെ ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളും ബഹളമൊക്കെ ആയിട്ട് നമുക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടില്ല അല്ലേ. ബഹളങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പ്ലേസാണിത്. അധികമൊന്നും അങ്ങനെ അറിയപ്പെടാത്ത ഒരു പ്ലേസും കൂടിയാണിത്. കണ്ണൂർ ജില്ലയിലായിട്ട് കൂടി ഈ ഒരു സ്ഥലത്തെ പറ്റി അറിയാത്തവരൊക്കെ ഉണ്ടാവും. എൻ്റെ കസിൻസിൻ്റെ വീട് തോട്ടടി ഉള്ളതുകൊണ്ടാണ് ഞങ്ങളും ഈ ഒരു സ്ഥലത്തെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും വന്നിട്ട് കണ്ടിട്ട് പോകാവുന്നതാണ്. ഞങ്ങളങ്ങനെ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അവി കുറേ സമയം കളിച്ചു. അവനെ അധികം വെള്ളത്തിലേക്കൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ കരിങ്കല്ലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്കൊന്നും പോകാത്ത രീതിയിൽ കുറച്ച് സേഫ്റ്റിയുള്ള സ്ഥലം തന്നെയാണ്. അവി വണ്ടിയിലിരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് കഴിക്കാനായിട്ട് വാങ്ങിച്ചതാണിത്. നമ്മളവിടുന്ന് ഒരുപാട് സമയം ബീച്ചിലൊക്കെ കളിച്ചിട്ടാണ് മടങ്ങിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ ടൗണിലേക്കാണ് പോയത്. എൻ്റെ ഫോണിൻ്റെ കവറൊക്കെ മാറ്റാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി. ആദ്യം പോയ ഷോപ്പിൽ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. പിന്നെ പോയ ഷോപ്പിൽ നിന്നാണ് ഈ ഒരു കവർ കിട്ടിയത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് വാങ്ങിച്ചു. ഫോണിൻ്റെ തന്നെ മൊത്തത്തിലൊരു ലുക്ക് മാറിയ പോലെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കൊക്കെ പായസ വിതരണം ഉണ്ടായിരുന്നു. അങ്ങനെ അതും കിട്ടി. പിന്നെ കുറച്ച് ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ കണ്ടു. മഴയായതുകൊണ്ട് തന്നെ അധികം വലിയ പ്രോഗ്രാംസ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. വിശന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കായിട്ട് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഞാൻ വിചാരിച്ച ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഒരു ഷവർമ റോളാണ് വെച്ചത്. അവിയും ഏട്ടനും കൂടി അൽഫാമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എനിക്ക് അത്ര എന്തോ ഇഷ്ടപ്പെട്ടില്ല. ഷവർമയൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിലൊന്നും കഴിച്ചില്ല. അങ്ങനെ ഒരുപാട് ലേറ്റായി. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നിങ്ങൾക്ക് ഇട്ടാപ്പിച്ചിട്ട് തപ്പത്തെ ചെയ്യണേ.